Calculate the wave number and frequency of yellow radiation having wavelength 5800 angstrom. ഒരു യെല്ലോ റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ആണ് തന്നിരിക്കണേ, അതിൻ്റെ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം, വേവ് നമ്പറും കണ്ടുപിടിക്കണം കേട്ടോ. ദാറ്റ് മീൻസ് ന്യൂവും കണ്ടുപിടിക്കണം, ന്യൂ ബാറും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ലാംഡ തന്നിട്ടുണ്ട്, സി നമുക്ക് എഴുതി വയ്ക്കാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്ക് ഇതിന് ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഇതിന് നമുക്കറിയാം ഫ്രീക്വൻസിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട്, ഫ്രീക്വൻസിയുടെ അല്ല വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് നമ്മുടെ വേവ് ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററിലാക്കണം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയുടെയും യൂണിറ്റ് സെയിം ആയിരിക്കണം കേട്ടോ. നമുക്ക് അപ്പോൾ ആങ്സ്ട്രം യൂണിറ്റിൽ എവിടെ കിടക്കണം, അതിന് മീറ്റർ ആക്കാൻ 1 ആങ്സ്ട്രം ഇസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റേഴ്സ്. ഇപ്പം നാനോമീറ്ററിലാണ് തരാം, ചിലപ്പോൾ ആങ്സ്ട്രം യൂണിറ്റിൽ തരാം, അല്ലെങ്കിൽ നാനോമീറ്റർ യൂണിറ്റിൽ തരാം. നാനോമീറ്റർ യൂണിറ്റിലാണ് തന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 നാനോമീറ്റർ ഇസ് ഈക്വൽ ടു 10 നാനോ 10⁻⁻9 മീറ്റേഴ്സ്. അത് രണ്ടൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് അപ്പം തന്നെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ 5800 × 10⁻⁻10 മീറ്റേഴ്സ്. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 5800 × 10⁻⁻10 മീറ്റേഴ്സ്. അപ്പോൾ നോക്കി യൂണിറ്റിലാണ് മീറ്റർ വെട്ടിപ്പോയി. അപ്പോൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താ, (10⁻⁻1 അല്ലെങ്കിൽ ഹേർട്സ് എന്ന് പറയും. സൈക്കിൾസ് പെർ സെക്കൻഡ് ആട്ടോ, (10⁻⁻1 അല്ലെങ്കിൽ ഹേർട്സ് എന്നുള്ള യൂണിറ്റ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 5800 ഇൻറ്റു 10ൻ്റെ പവർ നമുക്ക് ഒരുമിച്ചെടുക്കാം. ഇവിടെ 10⁻8ഉം താഴെ 10⁻⁻10. 10⁻�10 മുകളിലോട്ട് പോകുമ്പോൾ 10⁻10 ആവും. 10⁻8ഉം 10⁻10ഉം കൂട്ടുമ്പോൾ 10⁻18 (10⁻⁻1). ഇത് 3 ഡിവൈഡഡ് ബൈ 5800 മാത്രം നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. 10ൻ്റെ പവർ ഒഴിവാക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ ടീച്ചർ പറയാം 5.172 ഇൻറ്റു 10⁻14 (10⁻⁻1). അങ്ങനെ തന്നെ ഇടാം, അല്ലെങ്കിൽ ഹെർട്സ് എന്ന് പറയുന്നത് യൂണിറ്റിൽ എഴുതാം കേട്ടോ ഫ്രീക്വൻസി. ഇത് 10⁻18 മാറി 10⁻14 ആവാൻ കാരണം നമുക്കറിയാം 3നേക്കാൾ ഒരുപാട് ചെറുതാണ് 5800. അപ്പോൾ 3 ഡിവൈഡ് ബൈ 5800 വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഡെസിമൽ പോയിന്റ് വരും. അത് ഒഴിവാക്കി നമ്മൾ 5 പോയിന്റ് ആക്കിയ കാരണമാണ് ഇവിടെ പവർ കുറഞ്ഞത് കേട്ടോ. ഇനി നമ്മളോട് വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേവ് നമ്പർ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ 5800 ഇൻറ്റു 10⁻⁻10 മീറ്റേഴ്സ്. അപ്പോൾ മീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ (m⁻1). നോക്കാം, അപ്പോൾ 1 ഇൻറ്റു 10⁻10 10⁻�10 മുകളിലോട്ട് പോകുമ്പോൾ 10⁻10 divided by 5800 (m⁻1). 1 divided by 5800 ചെയ്തിട്ട് 10 into 10⁻10 ഫോമിൽ എഴുതാം. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് 1.724 into 10⁻6 ന്യൂ ബാർ അല്ല, അപ്പോൾ (m⁻1) യൂണിറ്റ്. ഇവിടെ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് 10⁻10 ആണ്, പക്ഷെ നമുക്കറിയാം 1 ഡിവൈഡഡ് ബൈ 5800 ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 10ൻ്റെ പവർ മാറ്റിയത്. അത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ അടുത്ത പ്രോബ്ലം ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, അടുത്ത തിയറി കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ പറ്റി പറയാനുള്ള അടുത്ത കാര്യം, ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പലതരം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ അവരുടെ വെലോസിറ്റി നമ്മൾ പറഞ്ഞു 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷേ they have different wavelength and frequencies. അവരുടെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്ക് അവരുടെ വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡറിൽ അവരെ അറേഞ്ച് ചെയ്യാൻ പോവാം കേട്ടോ. ഗാമ റേ ഏറ്റവും ഫ്രീക്വൻസി കൂടിയാണ് കേട്ടോ, വേവ് ലെങ്ത് കുറഞ്ഞാണ്. എക്സ്റേ ഗാമ റേ, എക്സ്റേ, UV റേ, വിസിബിൾ ലൈറ്റ്, നമ്മുടെ ഇൻഫ്രാറെഡ് റേ, റേഡിയോ വേവ് ആൻഡ് മൈക്രോവേവ്. അപ്പോൾ ഏറ്റവും ഫ്രീക്വൻസി കൂടിയ ആളാട്ടോ ഗാമ റേ. അതൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, ബോഡി കൂടെ കടന്നു പോകും, എല്ലാത്തിനെയും തുളച്ച് കയറാൻ കഴിവുള്ള ശക്തിയുള്ള ആളാണ്. ഫ്രീക്വൻസി കൂടുന്നതോറും അവരുടെ എനർജി കൂടുന്നത് നമ്മൾ അടുത്ത തിയറിയിൽ പഠിക്കും ഈ റേഡിയേഷൻസിൻ്റെ കേട്ടോ. അപ്പോൾ വേവ് ലെങ്ത് ഏറ്റവും കുറവാണ് ഇതിന്, വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ മൈക്രോവേവിന്, അപ്പം അതിൻ്റെ ശക്തി കുറവായിരിക്കും.
എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒക്കെ കുറവായിരിക്കും. ഇങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ അവർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തിൽ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ അറേഞ്ച് ചെയ്യുന്ന ആ അറേഞ്ച്മെൻറ്റിനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അത് നിങ്ങൾ സ്കൂളിൽ കേട്ടിട്ടുണ്ടോ? ദെൻ അടുത്തത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, മാക്സ് പ്ലാങ്ക്സിന്റെ ക്വാണ്ടം തിയറി. അതും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ പറ്റി പറയുന്ന തിയറി തന്നെയാണ് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ പറ്റിയുള്ള തിയറിയാണ് മാക്സ് പ്ലാങ്ക്സിന്റെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. മാക്സ് പ്ലാങ്ക് എന്നാണ് കേട്ടോ ശരിക്കും സയന്റിസ്റ്റിന്റെ പേര്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അതിന്റെ വിവിധ പോസ്റ്റുലേറ്റ്സ് ഇപ്പൊ അത്ര കാര്യമായിട്ടൊന്നും ചോദിക്കാറില്ല, പണ്ട് ഇത് ചോദിക്കാറുണ്ട്. ഇപ്പൊ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ടുള്ള പ്രോബ്ലം മാത്രമേ നമുക്ക് ചെയ്യാൻ വരാറുള്ളൂ. എന്നാലും നമുക്ക് പഠിക്കണം അതിന്റെ പോസ്റ്റുലേറ്റ്സ് അഥവാ മെയിൻ പോയിന്റ്സ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: എ ബോഡി റേഡിയൻ എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. പറഞ്ഞത് ഇതാണ്, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, അതായത് ലൈറ്റിനെ പോലുള്ള എല്ലാ റേഡിയേഷൻസിനും രണ്ട് സ്വഭാവമുണ്ട്, പാർട്ടിക്കൽ സ്വഭാവമുണ്ട്, വേവ് സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ. പക്ഷെ ഇദ്ദേഹം പറയണത് വേവ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ നമ്മുടെ റേഡിയേഷൻസ് റേഡിയൻ്റ് എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ എമിറ്റ് ഒരു ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുകയാണെങ്കിലും ആ ബോഡിയിലേക്ക് അത് അബ്സോർബ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ വേവിൻ്റെ പോലെ കണ്ടിന്യൂസ് ആയിട്ടല്ല, സ്മോൾ എനർജി പാക്കറ്റ്സ് ആയിട്ട്, ധാരാളം എനർജി പാക്കറ്റ്സ് ആയിട്ടാണ് വരുന്നത്. വേവ് പോലെ കണ്ടിന്യൂസ് അല്ല, ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ എനർജി പാക്കറ്റ്സ്. ദീസ് എനർജി പാക്കറ്റ്സ് ആർ കോൾഡ് ക്വാണ്ടാസ്. എനർജി പാക്കറ്റുകൾ പ്ലൂറൽ ആയിട്ട് വരുമ്പോഴാണ് ക്വാണ്ട, സിംഗുലർ ആണെങ്കിൽ ക്വാണ്ടം. അങ്ങനെയാണ് നമുക്ക് ആ തിയറിയുടെ പേര് അങ്ങനെ വന്നത് കേട്ടോ. എനർജി പാക്കറ്റുകൾ വിളിക്കുന്ന പേരാണ്. ഈച്ച് ക്വാണ്ടം ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. ഓരോ പാക്കറ്റിലും ഓരോ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരിക്കും. അത് ഓരോ റേക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഗാമാ റേയുടെ പാക്കറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി, ഏറ്റവും കുറവ് മൈക്രോവേവിനാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ദെൻ രണ്ടാമത്തെ പോയിന്റ്, the energy associated with each quantum is directly proportional to frequency of the radiation. ടീച്ചർ ഇപ്പം തന്നെ പറഞ്ഞു ഗാമാ റേയിലെ എനർജി പാക്കറ്റിനാണ് ഏറ്റവും കൂടുതൽ എനർജി, കാരണം ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ ഗാമാ റേയിലെ പാക്കറ്റിനാണ്. സോ E is proportional to nu or E is equal to, proportional സൈൻ മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് എടുക്കും, H. This H is known as Planck's constant. Hനെ വിളിക്കുന്ന പേരാണ് Planck's constant. അതിനൊരു വാല്യൂ ഉണ്ട്, 6.626 into 10 raised to minus 34 joule seconds. ഈ വാല്യൂ നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. ഇനി ആർക്കെങ്കിലും അത് ആ സമയത്ത് ഓർമ്മ പഠിക്കണം. ആർക്കെങ്കിലും ആ സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് ഓർമ്മ വന്നില്ലെങ്കിൽ ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അവർ ആ ഡാറ്റ തന്നിട്ടുണ്ടാവും. തന്നിട്ടില്ലെങ്കിൽ തന്നെ പേടിക്കേണ്ട, നമുക്കത് ക്ലാസ് ടേബിളിലുണ്ട്. ടീച്ചർ കോപ്പി അടിക്കാൻ വേണ്ടി പറയണതല്ല. ഇനി ഡൗട്ട് തോന്നിയാൽ ക്ലാസ് ടേബിളിലുണ്ട്. ആ വാല്യൂ കിട്ടാത്തതിൻ്റെ പേരിൽ ആ പ്രോബ്ലം കളയരുത്. ഓക്കെ, ദെൻ അപ്പോൾ E is equal to H. മൂന്നാമത്തെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് റേഡിയൻ്റ് എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ എനർജി പാക്കറ്റ്സ്. ഒരു ബോഡിയിലേക്ക് ഒരു റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയാണെങ്കിലും ഒരു ബോഡിയിൽ നിന്ന് ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിലും കണ്ടിന്യൂസ് വേവിൻ്റെ പോലെയല്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ചെറിയ എനർജി പാക്കറ്റുകളുടെ രൂപത്തിലാണ്. ഈ ഓരോ എനർജി പാക്കറ്റിനും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരിക്കും. അവരെ വിളിക്കുന്ന പേര്, ആ എനർജി പാക്കറ്റുകളുടെ പേരാണ് ക്വാണ്ടം. ഓരോ പാക്കറ്റിനെ ക്വാണ്ടം എന്ന് പറയുന്നത് പ്ലൂറലായിട്ട് പറയുമ്പോൾ ക്വാണ്ടംസ്. ഇനി ആ എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് പാക്കറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അവരവരുടെ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി. E is proportional to nu or E is equal to a constant H into nu. This H is known as Planck's constant. And the value 6.626 into 10 raised to minus 34 joule seconds. ഇനി മൂന്നാമത്തെ പോയിന്റ്, ആ ഒരു പോയിന്റ് കൂടിയേ ഉള്ളൂ. A body can absorb or emit radiation only in whole number multiples of H nu. ഒരു ബോഡി റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയാണെങ്കിലും അതിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയാണെങ്കിലും വൺ ക്വാണ്ടം, അതായത് ഒരു എനർജി പാക്കറ്റ് അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എനർജി പാക്കറ്റ് എമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4, അല്ലാതെ അതിൻ്റെ കട്ട് ചെയ്ത് അബ്സോർബ് ചെയ്യൂല, ഓരോ പാക്കറ്റിനെ കട്ട് ചെയ്ത് അബ്സോർബ് ചെയ്യൂല, എമിറ്റ് ചെയ്യൂല. സോ E is equal to H യുടെ മൾട്ടിപ്പിൾസ്, ഹോൾ നമ്പർ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരിക NH nu, where N is equal to 1, 2, 3, 4 etc. അല്ലാണ്ട് 1.5, 2.5, 1.3 എന്നൊന്നുമില്ല. ഇത്രയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ പറയുന്നത്. അതിൽ E is equal to H nu വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവും ചെയ്യാനായിട്ട്. അതിൽ തന്നെ E is equal to H nu, but we know nu is equal to C by lambda. So E is equal to HC by lambda എന്നുള്ള ഫോർമുലയും കൂടി ഉണ്ട്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ടീച്ചർ പറയാം. Calculate the energy of a radiation having a wavelength 4000 angstrom.
വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു 4000 ആംഗ്സ്ട്രം. ടീച്ചർ നേരത്തെയും പറഞ്ഞു ആംഗ്സ്ട്രം മാറ്റി നമ്മൾ മീറ്ററോ സെന്റിമീറ്ററോ ആക്കണം. നമുക്കപ്പോൾ ഇത് മീറ്റർ ആക്കി ഇടാം. 4000 ഇൻറ്റു 10⁻⁻10 meters. Since 1 angstrom is equal to 10⁻⁻10 meters. ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ എച്ചിൻ്റെ വാല്യൂ വരെ തന്നിട്ടുണ്ട്, പക്ഷെ തരണമെന്നില്ല കേട്ടോ. നമ്മളുടെ ഈ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, പക്ഷേ ഫ്രീക്വൻസി തരാത്ത കാരണം നമ്മൾ ഈ ഫോർമുല എടുക്കണം. hc/λ. ഞാൻ പറഞ്ഞു സി നിങ്ങളുടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3 × 10⁸ meter/second. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ നമുക്ക് അറിയേണ്ടതാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ എഴുതണം. 6 പോയിന്റ് തന്നിട്ടുണ്ട് കേട്ടോ. 6.626 × 10⁻34 ജൂൾ സെക്കൻഡ്സ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 6.626 × 10⁻34 into 3 × 10⁸ meter/second divided by lambda 4000 into 10⁻⁻10 meters. നമുക്ക് ആ യൂണിറ്റ് ഇപ്പം തന്നെ യൂണിറ്റിൻ്റെ കാര്യം റെഡിയാക്കാം. അപ്പോൾ ഇതാ നോക്കാം. ഇവിടെ ഉണ്ട് ജൂൾ സെക്കൻഡ്സ് എഴുതാൻ മറന്നതാണ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ (10⁻⁻1) ഉണ്ട്, ഇവിടെ സെക്കൻഡ് ഉണ്ട്, അത് വെട്ടിപ്പോവും. പിന്നെ ബാക്കി ജൂൾസ് മാത്രമേ, എനർജിയുടെ യൂണിറ്റ് ജൂൾസ്. ഈ 10ന്റെ പവർ നമുക്ക് ഒരുമിച്ചാക്കാം കേട്ടോ. അപ്പോൾ 6.626 into 3 divided by 4000 into ഇവിടെ 10⁻34 ഉണ്ട്, 10⁸ ഉണ്ട്. അപ്പോൾ അവർ ആഡ് ചെയ്യുമ്പോൾ 10⁻26, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്. ഈ 10⁻10 മുകളിലോട്ട് പോകുമ്പോൾ 10⁻10 ആണ്. അപ്പോൾ 10⁻26ഉം 10⁻10. അപ്പോൾ ബാക്കി എത്ര വരിക? 10⁻16 അത്രയും ജൂൾസ്. ഇനി ഇത് കാൽക്കുലേറ്റർ ചെയ്തിട്ടാണ് ചെയ്ത പ്രോബ്ലം ടീച്ചർ നോട്ടിലായി കേട്ടോ. അപ്പോൾ ഇത്ര ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ മറന്നു. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ പാക്കറ്റിനെയും വിളിക്കുന്ന പേരാണ് ക്വാണ്ടം. പക്ഷേ ലൈറ്റിൻ്റെ, നമ്മുടെ ലൈറ്റിൻ്റെ, വിസിബിൾ ലൈറ്റിൻ്റെ കേസിൽ ഈ ക്വാണ്ടം എന്നുള്ള പേര് മാറ്റിയിട്ട് അദ്ദേഹം ഫോട്ടോൺ എന്നുള്ള പേര് പറയും. അത് ഐൻസ്റ്റീൻ ആണ് അതിന് ഫോട്ടോൺ എന്ന് പേര് പറയുന്നത്. മാക്സ് പ്ലാങ്ക്സിൻ്റെ ക്വാണ്ടം തിയറിക്ക് ഐൻസ്റ്റീൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ അനുസരിച്ച് എന്താ പറയുക, വിസിബിൾ ലൈറ്റിലാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ക്വാണ്ടം എന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് എന്താ പറയുക, ഫോട്ടോൺ. അതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് എ ഫോട്ടോൺ എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അടുത്ത ഭാഗം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇതൊക്കെ കഴിഞ്ഞതാണ്. നിങ്ങൾ വിറ്റ്കേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ ഇതൊക്കെ കേട്ടതുമാണ്, പഠിച്ചതുമാണ്. ടീച്ചർ ക്ലാസ്സിലൊക്കെ വൈകിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നോട്ട് ടീച്ചർ നിങ്ങൾ എഴുതണമെന്ന് ടീച്ചർ നിർബന്ധം പറയണില്ല. വിക്ടേഴ്സ് ക്ലാസ് കേട്ടപ്പോൾ നോട്ട് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട് മതി കേട്ടോ, അത് പഠിച്ചാൽ മതി. അടുത്ത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. പക്ഷെ എന്തായാലും ഈ ക്ലാസ് കേട്ടിട്ടൊന്ന് പഠിക്കാം കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഹെൻറിച്ച് ഹെർട്സ് ആണ് എന്താ പറയുക ഈ പറഞ്ഞ പ്രതിഭാസം, ഈ ഫിനോമിനൻ ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റ് കേട്ടോ. ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറഞ്ഞാലും മതി. എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു വിസിബിൾ ലൈറ്റിൻ്റെ കേസിൽ ക്വാണ്ടം എന്നുള്ള പേര് മാറ്റി നമുക്ക് എന്തെന്ന് പറയാമെന്ന് പറഞ്ഞ എനർജി പാക്കറ്റിനെ ഫോട്ടോൺ. അപ്പോൾ ഇപ്പം തന്നെ ഇതിൻ്റെ പേര് പറയാം. ഫോട്ടോൺ വന്നിടിച്ചിട്ട് ഇലക്ട്രോൺ പുറത്തേക്ക് പോവാം, അതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിബിൾ ലൈറ്റിലെ എനർജി പാക്കറ്റ്. ആ എനർജി പാക്കറ്റ് വന്ന് ഒരു സർഫസിൽ വന്ന് തട്ടിയിട്ട് ആ സർഫസിൽ നിന്ന് എന്ത് പുറത്തേക്ക് പോകണം? ഇലക്ട്രോൺസ്. ഇനി ഒന്നുകൂടി പറയാം. ചില മെറ്റൽസ്, ഫോർ എക്സാമ്പിൾ ഏറ്റവും സൈസ് കൂടിയ മെറ്റൽസ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആൽക്കലി മെറ്റൽസ് ആണ്, ഫസ്റ്റ് ഗ്രൂപ്പുകാരാണ്. സൈസ് കൂടിയ കാരണം അവർക്ക് അയണൈസേഷൻ എനർജി ഏറ്റവും കുറവായിരിക്കും. അത് കാരണം തന്നെ അവരിൽ നിന്ന് ഏറ്റവും ഈസി ആയിട്ട് ഇലക്ട്രോൺ പുറത്തേക്ക് വരും. അങ്ങനെയുള്ള ആൽക്കലി മെറ്റൽസിലെ ഏറ്റവും എളുപ്പം ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്ന ആൾ ആ ഗ്രൂപ്പിൽ താഴെ കിടക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ തന്നെ പൊട്ടാസ്യം, റുബീഡിയം, സീഷിയാണ് നമ്മൾ ഈ ഇഫക്റ്റ് പറയുന്നത് കേട്ടോ. പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം തുടങ്ങിയ മെറ്റലിൽ തന്നെ ഏറ്റവും സാധ്യത കൂടുതൽ സീഷ്യത്തിനാണ്. അത്തരം മെറ്റൽസിൻ്റെ സർഫസിൽ വന്നിട്ട്, അപ്പോൾ ഇതൊരു മെറ്റൽ സർഫസ്, ലൈറ്റ് വന്ന് പതിക്കുന്നു കേട്ടോ, ലൈറ്റ് വന്ന് പതിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നു. ലൈറ്റ് വന്ന് പതിച്ചിട്ട് ആ സർഫസിൽ നിന്ന് എന്ത് പുറത്തേക്ക് പോകുന്നു? ഇലക്ട്രോൺസ് പുറത്തു പോകുന്നു. ഫോട്ടോൺ വന്നിടിച്ചിട്ട് ഇലക്ട്രോൺ പുറത്തേക്ക് പോകണം. അങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് പേര് വന്നത്. വിസിബിൾ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ തന്നെ ഇലക്ട്രോൺസ് കളയാൻ കഴിവുള്ളവരാണ് ഇവർ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരെ ഫോട്ടോ ഇലക്ട്രിക് സെൽസിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോട്ടോ ഇലക്ട്രിക് സെൽസിൽ ഈ സീഷ്യത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ വിസിബിൾ ലൈറ്റ് വന്ന് പതിച്ച് നമ്മളിപ്പോൾ പറയുമ്പോൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയരുത്, കോമൺ പറയുമ്പോൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയരുത്. ഇവർക്ക് വിസിബിൾ ലൈറ്റിൻ്റെ എനർജി മതി. നമുക്കറിയാം അതിനേക്കാളും കൂടുതൽ എനർജി ഉള്ളവരാണ് ഗാമാറയൊക്കെ. ഗാമാറ അല്ല, യു വി. ഗാമാറ ഏറ്റവും എനർജി കൂടുതലല്ല, അവിടേക്കൊന്നും പോകണ്ട. യു വി റേ തൊട്ടടുത്ത് കിടക്കുന്നവർ വിസിബിൾ ലൈറ്റിനേക്കാൾ എനർജി കൂടിയവരാണ് യു വി റേ. യു വി റേ വന്ന് തട്ടിയാലൊക്കെയാണ് ട്രാൻസിഷൻ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തു പോകുള്ളൂ. അതായത് സിങ്ക് തുടങ്ങിയുള്ള മെറ്റൽസ്, ട്രാൻസിഷൻ മെറ്റൽസിൽ നിന്നൊക്കെ ഇലക്ട്രോൺ തട്ടിക്കളയണമെങ്കിൽ യു വി റേ വേണം, ശക്തിയുള്ളവർ വേണം കുറച്ചും കൂടി. നമ്മുടെ റുബീഡിയസ് ഇഷ്യൂലൊക്കെ ആണെങ്കിൽ നമ്മുടെ സാധാരണ വിസിബിൾ ലൈറ്റ് വന്ന് പതിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ പറയാം. ദ ഫിനോമിനൻ ഓഫ് ഇജെക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസ് പുറത്തേക്ക് തട്ടല്, ഇജെക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് എ മെറ്റൽ വെൻ ലൈറ്റ് ഓഫ് എ സ്യൂട്ടബിൾ ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ഇറ്റ്. ഇലക്ട്രോണിനെ തട്ടിത്തെറിപ്പിക്കാനും മാത്രം എനർജി അഥവാ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഫ്രീക്വൻസി ഉള്ള സ്യൂട്ടബിൾ ഫ്രീക്വൻസി, ഇവിടുത്തെ ഇലക്ട്രോണിനെ തട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ള ഫ്രീക്വൻസിയോട് കൂടിയ ലൈറ്റ് വന്ന് പതിച്ചിട്ട് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകണതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നിർബന്ധമായിട്ട് പഠിക്കാൻ ചോദിക്കുന്നതാണ്. The phenomenon of ejection of electrons from the surface of a metal when light of suitable frequency strikes on it. These ejected electrons are called photoelectrons. Photon വന്ന് തട്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന ഈ ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ അതിലെ ഒബ്സർവേഷൻസ്. ഒന്നാമത്തെ പോയിന്റ്, എപ്പോൾ ഈ ലൈറ്റ് വന്ന് പതിച്ചു ആ നിമിഷം തന്നെ as soon as the light falls on the surface, at the same time നമ്മുടെ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ്. നോ ടൈം ഗാപ്പ്. ലൈറ്റ് വന്ന് പതിച്ചു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് ഇലക്ട്രോൺസ് ഇരിക്കില്ല. ലൈറ്റ് അഥവാ ഫോട്ടോൺ വന്ന് ഇവിടെ തട്ടുമ്പോഴത്തേനും നമ്മുടെ ഇലക്ട്രോൺസ് അവിടെ നിന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഒന്നാമത്തെ പോയിന്റ്. As soon as the light falls on the surface of a metal, electrons are ejected. Second point, അതായത് അവിടെ നോട്ട് ടൈം ഗാപ്പ്. രണ്ടാമത്തെ പോയിന്റ്, ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റഡ്. ഈ മെറ്റൽ സർഫസിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി അഥവാ ബ്രൈറ്റ്നെസ് ഓഫ് ലൈറ്റ്. ഇന്റൻസിറ്റി അഥവാ ബ്രൈറ്റ്നെസ് ഓഫ് ലൈറ്റ്. നല്ല ബ്രൈറ്റ് ലൈറ്റ്, ഇപ്പൊ യെല്ലോ ലൈറ്റ് ആണ് വന്ന് തട്ടണേന്ന് കരുതാം. ഈ യെല്ലോ ലൈറ്റിന് തന്നെ നമുക്കറിയാം ഡിം ലൈറ്റും ആവാം ബ്രൈറ്റ് ലൈറ്റും ആവാം. ബ്രൈറ്റ്നെസ് കൂടുക അഥവാ ഇൻറ്റൻസിറ്റി കൂടിയാൽ അതൊരു ഫോട്ടോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഫ്രീക്വൻസി ഒക്കെ സെയിം തന്നെ, എനർജി ഒക്കെ സെയിം തന്നെ, പക്ഷേ ആ പാക്കറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ഫോട്ടോൺസ് ഇവിടെ വന്ന് പതിച്ചാൽ കൂടുതൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകും. അപ്പോൾ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി അഥവാ ബ്രൈറ്റ്നെസ് ഓഫ് ലൈറ്റ്. മൂന്നാമത്തെ പോയിന്റ്, ഫോർ ഈച്ച് മെറ്റൽ, ഓരോ മെറ്റൽ, ഇപ്പോൾ പൊട്ടാസ്യം എന്ന് പറയുന്ന മെറ്റലിൽ നിന്ന് ഇലക്ട്രോണെ പുറത്ത് കളയാൻ വന്ന് പതിക്കേണ്ട ലൈറ്റിന് വേണ്ട മിനിമം ഫ്രീക്വൻസി, ആ മിനിമം ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി റെപ്രസെന്റഡ് μ0. അപ്പോൾ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണെ പുറന്തള്ളാൻ വന്ന് പതിക്കുന്ന ലൈറ്റിന് വേണ്ട മിനിമം ഫ്രീക്വൻസി അത്രയെങ്കിലും ഉണ്ടെങ്കിലേ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് പുറത്തു പോകുള്ളൂ. അതിന് വേണ്ട മിനിമം ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസി μ0. അത് ഓരോ മെറ്റലിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർ 3 പേര് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇയാൾക്കാണ് വേണ്ടത്, കാരണം ഇയാളുടെ സൈസ് കുറവാണ്. ഏറ്റവും കുറവ് ത്രെഷോൾഡ് ഫ്രീക്വൻസി വേണ്ടത് ആർക്കാണ്? സീഷ്യം. സീഷ്യത്തിന് കുറച്ച് എനർജി കിട്ടി അപ്പം തന്നെ ഇലക്ട്രോൺ പുറത്തേക്ക്. ഓരോ മെറ്റലിനും അത് വ്യത്യാസമുണ്ട്. ഇനി വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ന്യൂ ആണെന്ന് കരുതും. μ0 അല്ല, ന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ μ0. μ0 എനർജി ഉണ്ടെങ്കിൽ, ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ പോലും ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. പക്ഷെ വരുന്ന ലൈറ്റിന് അതിനേക്കാൾ എനർജി ഉണ്ടെങ്കിൽ, ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ, ആ ഡിഫറൻസ്, അതായത് ഇപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസി μ0, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിനെ നമ്മൾ പറയാം hν. നേരത്തെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ നമ്മൾ പറഞ്ഞു ന്യൂ ആണ് ഫ്രീക്വൻസി എങ്കിൽ E = hν. ഇവിടെ μ0 ആണ്. അപ്പോൾ ആ മിനിമം എനർജി വന്ന് പതിക്കുന്ന ലൈറ്റിന് വേണ്ട മിനിമം എനർജി hν0, അതിനാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ശരിക്കും ഇത്ര മതി ഇലക്ട്രോൺ ഇവിടുന്ന് പുറത്തു പോകാനായിട്ട്. പക്ഷെ വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ന്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എനർജി എന്താണ്? hν. അപ്പോൾ ആ ഡിഫറൻസ് ഇത് കൂടുതലാണ്. ഇപ്പോൾ 2 joules എനർജി ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു കരുത്. ഇത്ര എനർജി ഉണ്ടെങ്കിൽ 2 joules ഉണ്ടെങ്കിൽ, പക്ഷെ വരുന്ന ലൈറ്റിന് 2.5 ഉണ്ടെന്ന് കരുതാം. അപ്പോൾ ഡിഫറൻസ് 0.5 ഇല്ലേ, അത് ഇവിടുന്ന് പുറത്ത് പോകുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ കൈനറ്റിക് എനർജി ½mv² is equal to hν minus hν0. ഇത് പ്രോബ്ലം ചെയ്യാൻ വരും കേട്ടോ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നിന്ന് അതുവഴി പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി, വേഗത,
വേഗതേനെ തീരുമാനിക്കുന്ന ഘടകം കൈനറ്റിക് എനർജി ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. അതിൽ എച്ച് ന്യൂ എന്ന് പറയുന്നത് വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ എനർജി, എച്ച് ന്യൂ സീറോ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ പുറന്തല്ലാൻ ആ ലൈറ്റിന് ആവശ്യമായ മിനിമം എനർജി വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ എത്രയുണ്ടോ അത്രയും എനർജി അപ്പുറത്ത് പോകുന്ന ഇലക്ട്രോൺസിന് എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി അഥവാ ഹാഫ് mv² ആയിട്ട് മാറും കേട്ടോ. ഇതിനാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ പറ്റി പഠിക്കാനുള്ളത്. ഇതിന്റെ പ്രോബ്ലം ഇപ്പം തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് വന്ന് പതിച്ചിട്ട് മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നു. അതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. വിസിബിൾ ലൈറ്റിൽ നമുക്കറിയാം ഓരോ പാക്കറ്റ് ഓഫ് എനർജിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ടീച്ചർ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. Problem: calculate the energy of 1 mole of photons. Visible light energy packet 1 mole photons in energy whose frequency is 5 into 10 raised to 14 seconds. Frequency new തന്നിട്ടുണ്ട് 5 into 10 raised to 14 second raised to -1 അഥവാ ഹെർട്സ്. 2 യൂണിറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് 1 ഫോട്ടോണിന്റെ എനർജി, ഒരു പാക്കറ്റിന്റെ എനർജി ഓഫ് 1 ഫോട്ടോൺ, ഒരു എനർജി പാക്കറ്റിന്റെ എനർജി. നമുക്ക് പ്ലാങ്ക്സ് പഠിച്ചു തന്നതിന്റെ ഫോർമുല E is equal to h nu. So which is equal to 6.626 into 10 raised to -34 joule seconds into the 5 into 10 raised to 14 second raised to -1. Second raised to -1 സെക്കൻഡ്സ് വെട്ടിപ്പോയി. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് ജൂൾസ് ആയി. ഇത് നമുക്ക് ഇപ്പം തന്നെ ചെയ്യാം. 6 5 30 0 ബാക്കി 3 2 10 13 3 ബാക്കി 1 1 ബാക്കി 3 33 33.130 into 10 raised to -24 20 34 14 പോയില്ല അത്രയും ജൂൾസ്. നമുക്ക് ഇതിനെ 3 പോയിന്റ് ആയിട്ട് എഴുതാണെങ്കിൽ 3.313 into 10 raised to -19 ജൂൾസ്. ഇവിടുന്ന് ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക്, അപ്പോൾ ലെഫ്റ്റിലാക്കിയാണെങ്കിൽ ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മറ്റേ ഭാഗത്ത് വാല്യൂ മാറാതിരിക്കാൻ ഇങ്ങനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യണം, അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് 10 raised to -19 വന്നത് കേട്ടോ. അങ്ങനെയാക്കി ഒന്നുമില്ല, ഇങ്ങനെ ഇട്ടാലും മതി. ഇത് ഒരു ഫോട്ടോൺ, ഒരു പാക്കറ്റിൻ്റെ എനർജി. നമ്മളോട് അങ്ങനത്തെ 1 മോൾ ഫോട്ടോണിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ എനർജി ഓഫ് 1 മോൾ ഓഫ് ഫോട്ടോൺ, 1 മോൾ ഫോട്ടോൺ, 1 മോൾ എന്ന് പറയുമ്പോൾ അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6.022 into 10 raised to 23 into 3.1313 into 10 raised to -19 joules. മൾട്ടിപ്ലൈ ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോണിൻ്റെ നമുക്ക് തന്നിരുന്നത് ഫ്രീക്വൻസി ന്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഫോട്ടോൺ, ആ പാക്കറ്റ് ഓഫ് എനർജിയുടെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. E is equal to h എന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ എത്ര പാക്കറ്റിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 മോൾ ഫോട്ടോ ഉണ്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കേട്ടോ. ആ പ്രോബ്ലം ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് പ്ലാങ്ക്സ് തിയറിയുടെ ഒരു ആപ്ലിക്കേഷൻ പോലത്തെ ഫോർമുലയാണ്. പ്രോബ്ലം ആയിരുന്നു ഇപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ ശരിക്കും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ പ്രോബ്ലം ചെയ്യാം കേട്ടോ. അത് the threshold frequency nu 0 for a metal is, ഒരു മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ പുറന്തള്ളാൻ വേണ്ട മിനിമം ഫ്രീക്വൻസി, ലൈറ്റിന് വേണ്ട മിനിമം ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 7.0 into 10 raised to 14 second raised to -1 അഥവാ ഹെർട്സ്. Calculate the kinetic energy of an electron emitted when radiation of frequency nu. പക്ഷെ വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതലാണ് 1.0 into 10 raised to 15 second raised to -1. അപ്പോൾ കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി. അപ്പോൾ പറയാം മെറ്റൽ സർഫസ് വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ഇത്രയുണ്ട്. ഇത്ര വന്ന് പതിച്ചാൽ തന്നെ അവിടുന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇജക്റ്റഡ് ആവും. സോ നമുക്ക് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് മക്കളെ. ഇത് 10 raised to 14 ഇത് 10 raised to 15. അപ്പോൾ നമുക്ക് രണ്ടും ഒരേ സംഭവത്തിലേക്ക് ആക്കാം. രണ്ടും 10 raised to 14 ആക്കാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. മറ്റേ ഭാഗം 10 into 10 raised to 14 ആക്കി എടുക്കും. അപ്പോഴാണ് മൈനസ് ചെയ്യാനൊക്കെ എളുപ്പം. 1.0 വരുമ്പോൾ 10 raised to 15, 10 raised to ഇതിനെ 14 ആക്കണമെങ്കിൽ ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ ചെയ്തോളൂ കേട്ടോ. ഇനി കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് is equal to half mv² is equal to h nu minus h nu 0. ന്യൂ 0 നമ്മുടെ കയ്യിലുണ്ട്.
എച്ച് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 which is equal to 6.626 into 10 raised to minus 34 joule seconds into new minus new 0. 10 into 10 raised to 14 minus 7 into 10 raised to 14. ഇതിന്റെ യൂണിറ്റ് സെക്കൻഡ് റേസ് ടു മൈനസ് 1. സെക്കൻഡ് റേസ് ടു മൈനസ് 1 സെക്കൻഡ്സ് മൾട്ടിപ്പിൾ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10 റേസ് ടു മൈനസ് 34 ഇൻറ്റു ജൂൾസ് അവസാനം എഴുതാം. 10 മൈനസ് 7 3 ഇൻറ്റു 10 റേസ് ടു 14 ജൂൾസ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ 6 3 15 7 6 മൾട്ടിപ്ലൈ 19.878 ഇൻറ്റു 10 റേസ് ടു മൈനസ് 34 10 റേസ് ടു 14 അപ്പോൾ 10 റേസ് ടു മൈനസ് 20. ഇത്രയാണ് ഇജക്റ്റഡ് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി. അപ്പം പ്ലാങ്ക്സ് ക്വാണ്ടം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയും വരണ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ഇനി ഐൻസ്റ്റീൻ്റെ വക ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് അദ്ദേഹം കൊടുക്കുന്ന എക്സ്പ്ലനേഷനും കൂടി ഇതിൻ്റെ കൂടെ പറയും. അദ്ദേഹം പറയണത് ഇതിന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് പേര് വരാനുള്ള കാരണം ടീച്ചർ നേരത്തെ പറഞ്ഞു. ലൈറ്റ് എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് ഫോട്ടോൺസ്, എനർജി പാക്കറ്റ്സ്, ദാറ്റ് മീൻസ് ഫോട്ടോൺസ്. ലൈറ്റിൻ്റെ കേസിൽ നമ്മൾ എനർജി പാക്കറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺസ്. ഈച്ച് ഫോട്ടോൺ അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. ഓരോ പാക്കറ്റ് ഓരോ ഫോട്ടോണിൻ്റെ കയ്യിൽ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. വെൻ ദിസ് ഫോട്ടോൺ ഹിറ്റ്സ് ദ മെറ്റലിന് ഇടിക്കുമ്പോൾ ഇറ്റ് ട്രാൻസ്ഫർ ഇറ്റ്സ് എനർജി ടു ദ ഇലക്ട്രോൺ. അപ്പോൾ ആ ഇലക്ട്രോൺ അപ്പം തന്നെ ആ ഫോട്ടോൺ അതിൻ്റെ കയ്യിലുള്ള എനർജി അപ്പം തന്നെ ആർക്ക് കൊടുക്കും മക്കളെ? ഇലക്ട്രോണിന് കൊടുക്കും. അപ്പോൾ ഇലക്ട്രോണിന് എനർജി കിട്ടുന്നു, അത് അവിടുന്ന് പുറത്തേക്ക് പോകുന്നു. ഇനി നമ്മുടെ ഫോട്ടോണിന് എനർജി കൂടും തോറും പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. ഇതാണ് ഐൻസ്റ്റീൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ. ഇത്രയായ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കഴിഞ്ഞു. അടുത്ത സ്പെക്ട്രത്തിനെ പറ്റി പറയാനുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ എഴുതാം കേട്ടോ.